പക്ഷേ പലർക്കും ഈ ഒരു ഫീച്ചർ എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ വാഹനത്തിൽ പലപ്പോഴും AC ഇടുമ്പോൾ ഈ ഫീച്ചർ നമുക്കറിയാം. ഇത് എയർ വെന്റ്, നമ്മുടെ AC-യുടെ വെന്റ്, അതായത് ഇത് ഇങ്ങോട്ടേക്ക് ഇടുമ്പോൾ മുഖത്തേക്ക്, ഇങ്ങോട്ടേക്ക് ഇടുമ്പോൾ കാലിലേക്കും മുഖത്തിലേക്കും, ഇങ്ങോട്ടേക്ക് ഇടുമ്പോൾ കാലിലേക്ക് മാത്രം. ഈ ഒരു ഫീച്ചർ നമുക്കറിയാം. ഇത് നമുക്കറിയാം ബ്ലോവറിൻ്റെ സ്പീഡാണ്. ഒന്ന് ഉണ്ടോ, ഫാൻ ബ്ലോവറിൻ്റെ സ്പീഡാണ്, അത് കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമുക്കറിയാം AC സ്വിച്ചാണ്, AC ഓൺ ചെയ്യുന്ന സ്വിച്ചാണ്. ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ്. പക്ഷേ പലർക്കും ഈ ഒരു ഫീച്ചർ എന്താണെന്ന് അറിയത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്നവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ. ഈ ഫീച്ചർ എന്തിനാണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഫീച്ചർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ആയം മുതൽ തുടങ്ങുകയാണ്. ഈ ഒരു മോഡലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഒരു കാറിൻ്റെ പടവും അതിൻ്റെ അകത്തൊരു ആരോ മാർക്കുമാണ്. അപ്പം ഈ ഒരു മോഡലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ബ്ലോവർ ഓണാക്കി കഴിയുമ്പോഴുള്ള എയർ, ആ കാറ്റ്, വണ്ടിക്കകത്ത് ഉള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഈ ബ്ലോവറിൽ കൂടി, ഈ വെന്റിൽ കൂടി, AC വെന്റിൽ കൂടി നമുക്ക് തരികയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ AC ഇട്ട് കുറച്ചു നേരം വണ്ടി ഓടിച്ചതിന് ശേഷം കുറേ ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു ക്ഷീണമൊക്കെ അനുഭവപ്പെടാം. അല്ലെങ്കിൽ വണ്ടിയിൽ 2-3 പേരുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ വായിക്കോട്ട വിടുക, ഒരു ക്ഷീണം, നമ്മുടെ ബോഡിക്ക് ഒരു ക്ഷീണമൊക്കെ അനുഭവപ്പെടുക. അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്ന് തോന്നുന്നവർക്ക് മാത്രമാണ് ഈ വീഡിയോ. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ വാഹനത്തിനുള്ളിലെ എയർ തന്നെ വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് ഈ വെന്റ് വഴി നമുക്ക് കിട്ടുകയാണ്. അപ്പം നമ്മളൊരു 2-3 പേരൊക്കെ വണ്ടിയിലുണ്ടെങ്കിൽ നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ നമ്മുടെ ലങ്സ് വഴി പുറന്തള്ളുന്നത്. നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുന്നു, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് വേറൊരു മാർഗമില്ല, ഓക്സിജൻ ഉള്ളിലേക്ക് കയറി വരാൻ വേറൊരു മാർഗമില്ല. നമ്മൾ ഈ ഒരു വെന്റ് ക്ലോസ് ചെയ്യുന്ന കാരണം ഓക്സിജൻ ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി ഒരു മാർഗമില്ല. അപ്പം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ വണ്ടിക്കകത്ത് നിറയുന്നു. അങ്ങനെ നമുക്ക് ഓക്സിജന്റെ ശരിയായ അഭാവം മൂലം, ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് മൂലം നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. അതിന്റെ പ്രധാനമായ കാരണം ഈ ഒരു മോഡലിട്ട് വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ്. അപ്പം അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തുനിന്നുള്ള എയർ ഈ മോഡലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇപ്പം മനസ്സിലാവും, ആരോമാർക്ക് കാറിന്റെ വെളിയിൽ നിന്ന് അകത്തേക്ക് വരികയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്നുള്ള എയർ അകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുകയില്ല. പക്ഷേ ഈ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോഴാണ് വാഹനത്തിന് കൂടുതൽ കൂളിംഗ് വരുന്നത് തന്നെ. പക്ഷേ ഈ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പം കുറച്ച് കൂളിംഗ് കുറയും. കാരണം പുറത്തുനിന്നുള്ള കാറ്റ് തണുപ്പിച്ചിട്ട് വേണം അകത്തേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ആ ഒരു പ്രക്രിയ ചെയ്യുന്നതുകൊണ്ട് അല്പം കൂളിംഗ് കുറവായിരിക്കും. പക്ഷേ ഈ ഒരു മോഡിൽ ഇട്ട് കഴിയുമ്പോൾ അകത്ത് തണുത്ത എയർ തന്നെയാണ് ഇരിക്കുന്നത്. ആ എയർ തന്നെ വീണ്ടും തണുപ്പിച്ച് വരുമ്പോഴത്തേനും കൂടുതൽ കൂളിംഗ് നമുക്ക് വണ്ടിക്കകത്ത് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഒന്നുകൂടെ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അകത്തുനിന്നുള്ള എയർ വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഈ ഒരു AC വെന്റ് വഴി കിട്ടുന്നു. ഈ ഒരു മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ ഗ്ലോ ബോക്സിന് താഴെയായിട്ട് ബ്ലോവറിൻ്റെ ഒക്കെ അകത്തായിട്ട് ഒരു ഷട്ടർ സംവിധാനമുണ്ട്. ആ സംവിധാനം ഈ ഒരു മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഓപ്പൺ ആവും. അപ്പം പുറത്തുനിന്നുള്ള കാറ്റ് നമുക്ക് അകത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അന്നേരം അത് തണുപ്പിച്ച് ഈ വെന്റ് വഴി കിട്ടുന്നു. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എയർ നമുക്ക് കിട്ടുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും തോന്നുന്നു, നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ കയറുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കാം, പെട്രോൾ പമ്പിൽ കയറുമ്പോൾ ചിലപ്പം നമ്മൾ AC ഒക്കെ ഇട്ട് അടച്ചു പൂട്ടിയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ പമ്പിൽ കയറി എണ്ണ അടിച്ച് അല്ലെങ്കിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് ആ പെട്രോളിൻ്റെ മണമൊക്കെ കയറി വരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഒരു മോഡിലേക്ക് ഇട്ടത് കൊണ്ട് പുറത്തുനിന്നുള്ള ആ ഒരു എയറും ആ ഒരു പുറത്തുനിന്നുള്ള മണവും കൂടെ അകത്തേക്ക് കയറി വരികയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്. അപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വാഹനത്തിൻ്റെ പുകയൊക്കെ ഇങ്ങനെ നല്ല എന്തെങ്കിലും
നല്ലപോലെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനം നല്ല പുക ഒക്കെ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകുമ്പോൾ ഈ മുകളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ പുകയും കൂടെ നമ്മുടെ വാഹനത്തിലേക്ക് ഉള്ളിലേക്ക് കയറി വരികയാണ്, ആ മണവും കൂടെ. അപ്പോൾ ആ ടൈമിലൊക്കെ ഈ മുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ മണം ഉള്ളിലേക്ക് വരുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഞാൻ ഈ വണ്ടിക്ക് ഒരു നെറ്റ്, ഈ ഓപ്പണിങ് ഈ മോഡലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ, ആ ഹോളിൻ്റെ അവിടെ ഒരു ഓപ്പണിംഗ് ആണല്ലോ, ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഞാനൊരു നെറ്റ് ഞാൻ ഷോറൂമിൽ സർവീസിന് കൊടുത്തപ്പോൾ ഒരു നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മോഡലിലേക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും മറ്റ് ജീവികളോ എഴുന്നകളോ എലികളോ ഒന്നും അതുവഴി അകത്തേക്ക് കയറത്തില്ല. അതുകൊണ്ട് വണ്ടി സേഫ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ചിന്തിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നെറ്റ് ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് ഈ മോഡിലേക്ക് ഇട്ടേച്ച് പോവുകയോ ചെയ്യുക. അപ്പം ഇതുകൊണ്ടുള്ള ഒരു ഏകദേശ ഉപയോഗവും അതിൻ്റെ ദോഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല അടിപൊളി വാഹനവുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി ടിപ്പുമായിട്ടും അതുപോലെ വാഹനത്തിൻ്റെ സർവീസ് സംബന്ധമായ കാര്യങ്ങളും വാഹനത്തിൻ്റെ റിപ്പയറിംഗ് സംബന്ധമായ കാര്യങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം.